ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി കിച്ചടി റെസിപ്പിയാണ്. ഈ റെസിപ്പി നമുക്ക് കുക്കറിൽ വേഗത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ നല്ല ഒരു ഹെൽത്തിയും കൂടിയായ ഒരു റെസിപ്പിയും കൂടിയാണ്. ഇനി നമുക്ക് വീഡിയോ തുടങ്ങാം. ഇതിന് വേണ്ട സാധനങ്ങൾ: അരി 2 ഗ്ലാസ്, ഞാനിവിടെ സാദാ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. വെള്ളം 3 ഗ്ലാസ്. ഏത് ഗ്ലാസ്സിനാണോ അരി എടുക്കുന്നത് അതേ അളവ് തന്നെ നിങ്ങൾ വെള്ളവും എടുക്കണം. മൂങ്ങ് ദാൽ 3/4 ഗ്ലാസ്, എണ്ണ 3 ടേബിൾ സ്പൂൺ, വലിയ ഉള്ളി പകുതിയാണ് എടുത്തിരിക്കുന്നത്, അത് നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക് 4 എണ്ണം, പുതിന ഇല കുറച്ച്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്, പട്ട ഒരു ചെറിയ കഷ്ണം, ഗ്രാമ്പു 3, ഏലക്ക 3, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ. ഫസ്റ്റ് നമുക്ക് അരി നല്ല പോലെ കഴുകി ഒരു 20 മിനിറ്റ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കണം. അതുപോലെ വേറൊരു ബൗളിൽ പരിപ്പും നല്ല പോലെ കഴുകി 20 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം. ഇങ്ങനെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് നല്ല പോലെ സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണ ഇനി നല്ല പോലെ ചൂടായി വരണം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് കൊടുക്കണം. പിന്നെ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 1 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഇതുപോലെ ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് പുതിന ഇല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാൻ ഇവിടെ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെള്ളം നല്ല പോലെ തിളച്ച് വരണം. ഇപ്പോൾ വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരിയും പരിപ്പും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ഇളക്കിയതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ സമയം ഉപ്പ് ശരിയാണോ നോക്കിയതിന് ശേഷം കുക്കർ മൂടി വെച്ച് 1 വിസിൽ വന്നാൽ മതി. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ 1 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്നാൽ മതി. ഇപ്പോൾ കുക്കറിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കിച്ചടി ചോറ് കറക്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇത് ഇതേപോലെ തന്നെ ചൂടോട് കൂടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ കറീൻ്റെ കൂടെയും ബീഫ് കറീൻ്റെ കൂടെയും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ഉണ്ടാവും. ഞാൻ ബീഫ് ഗ്രീൻ മസാല റെസിപ്പി ചെയ്തിട്ടുണ്ട്. ആ മസാല കിച്ചടിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയും കൂടിയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.